ഹായ് ഹലോ, ഇന്ന് നമ്മുടെ ഉത്സവമാണ്. ഉത്സവത്തിനായിട്ട് എല്ലാം ഒരുമാതിരി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ്. ഇഡലി, സാമ്പാർ, ചമ്മന്തി, പിന്നെ മോരുകറി, ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം കണ്ടുപോകുന്നതിന് മുന്നേ എല്ലാം അരച്ചു വെച്ചേക്കുക. പിന്നെ ഇന്ന് ഉത്സവം മാത്രമല്ല, വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എൻ്റെ അമ്മായിയൊക്കെ 2 ദിവസം മുന്നേ വന്നിട്ടുണ്ട്. അമ്മായി, മോളും ഹസ്ബൻഡും കുഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ചേച്ചിയുടെയും ചേട്ടൻ്റെയും, അമ്മായിയുടെ മോടെയും മരുമോൻ്റെയും, അതായത് എൻ്റെ ചേച്ചിയും ചേട്ടനുമാണ്, ചേച്ചിയുടെ ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറിയും കൂടാണ്. അപ്പോൾ അവർക്ക് സർപ്രൈസ് ആയിട്ടൊരു ചെറിയൊരു കേക്ക് കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ അറിഞ്ഞിട്ടില്ല. ഒന്നാമത് അവർക്കറിയാം ബിസി ആയതുകൊണ്ട് കേക്ക് അങ്ങനെയൊന്നും പറഞ്ഞതുമില്ല. അങ്ങനെ നമ്മളായിട്ട് സർപ്രൈസ് കൊടുക്കുവാണ്. അപ്പോൾ അത് കേക്ക് കട്ടിങ് ഒക്കെ കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പം ചെറുതായിട്ട് ഈ പരിപാടി ഒന്ന് കഴിയട്ടെ. ഓക്കെ. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ അമ്മാവിയും കുടുംബവും എത്തിയിട്ടുണ്ട്. അപ്പം 7 വർഷം മുമ്പുള്ള അശ്വതിക്ക് വന്നതാണ് അവർ. അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് നാട്ടിൽ വരുന്നത്. അതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ വന്നിരിക്കുന്ന അമ്മാവിയുടെ പേര് ശ്യാമള എന്നാണ്. ശ്യാമള അമ്മാവിയുടെ മോള് മീനു, ഹസ്ബൻഡ് കാർത്തിക്, മോൻ അപ്പു, ഇത്രയും പേരാണ് വന്നിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ മീനുവിൻ്റെ അടുത്തും കാർത്തികിൻ്റെ അടുത്തും പറഞ്ഞു, ഒന്ന് വരുമ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കാം, നിങ്ങളുടെ ഒരു പിക്ചർ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ സസ്പെൻസ് ആയിട്ട് നമ്മുടെ കേക്ക് കൊടുക്കുന്നത്. ഇതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചോ. Should we get a picture before cutting? Yeah. My phone is there. ഇതാണ് എൻ്റെ അമ്മായി, എൻ്റെ സ്വന്തം എൻ്റെ അമ്മായി. അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. സസ്പെൻസ് ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 3:30-4 മണിയോട് കൂടി നമ്മുടെ അമ്പലത്തിലേക്കുള്ള കെട്ടുകാഴ്ച, പണയിൽ അമ്പലത്തിലേക്കുള്ള കെട്ടുകാഴ്ചകൾ കുടുംബത്തിൻ്റെ അടുത്തുള്ള റോഡിൽ കൂടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എല്ലാം വൃത്തിയായിട്ട് കാണാം. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിലെത്തിയപ്പോഴേക്കും ദേവി കെട്ടുകാഴ്ച ഉരുപ്പടികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ദേവി പോയതിന് ശേഷം മുതലേ അപ്പു ചോദിക്കുകയാണ്, കെട്ടുകാഴ്ച എവിടെ? അത് കാണാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു പുള്ളിക്കാരൻ. ഇത് നമ്മുടെ കര, എരുമക്കുഴി പടിഞ്ഞാറക്കരയുടെ കാളയാണ്.
നമ്മുടെ ടിൻറ്റുമോനും അപ്പൂസും ഒരേ പ്രായക്കാരാണ്. ജനുവരി 4-ാം തീയതി ടിൻറ്റുമോനും ജനുവരി 7-ാം തീയതി അപ്പൂസും ജനിച്ചു. ചെണ്ടകൊട്ടിൻ്റെയൊക്കെ ശബ്ദം നല്ല മൂർച്ഛന്യാവസ്ഥ എത്തിയപ്പോഴേക്കും രണ്ടുപേരുടെ ഡാൻസ് കളിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഉത്സവ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അമ്പലത്തിലേക്ക് പോയി. അങ്ങനെ ഈ വർഷത്തെ ഉത്സവം എല്ലാവരും കൂടി നന്നായി ആഘോഷിച്ചു. പക്ഷേ അവർ പോകാൻ നേരത്ത് മാത്രമേ എല്ലാവർക്കും നല്ല സങ്കടമുണ്ടായി. പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു.